എസ്ര അധ്യായം 6. ദാരിയുസ് രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ബാബിലോണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ പരിശോധിച്ചു. മേദിയാദേശത്തിൻ്റെ തലസ്ഥാനമായ എക്ബദ്ദാനായിൽ കണ്ടെത്തിയ ഒരു ചുരുളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സൈറസ് രാജാവിൻ്റെ 1-ാം ഭരണവർഷം ജെറുസലം ദേവാലയത്തെക്കുറിച്ച് പുറപ്പെടുവിച്ച കൽപ്പന, കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്ന ആലയം പുനഃസ്ഥാപിക്കണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. 3 നിര കല്ലുകൾക്ക് മുകളിൽ 1 നിര തടി എന്ന ക്രമത്തിലായിരിക്കണം പണി. അതിൻ്റെ ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്നായിരിക്കും. ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണപാത്രങ്ങളും ജെറുസലേമിൽ തിരികെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ യഥാസ്ഥാനം വയ്ക്കണം. അതിനാൽ നദിക്കക്കരെയുള്ള പ്രദേശത്തിൻ്റെ അധിപനായ തത്തേനായിയും ഷെത്താർ ബോസനായിയും അനുയായികളും തടസ്സം നിൽക്കരുത്. ദേവാലയത്തിൻ്റെ പണി നടക്കട്ടെ. യഹൂദന്മാരുടെ ദേശാധിപതിയും ശ്രേഷ്ഠന്മാരും കൂടെ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ. ദേവാലയ പുനർനിർമ്മാണത്തിന് യൂദാശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ കൽപ്പന നൽകുന്നു. നദിക്കക്കരെയുള്ള പ്രദേശത്ത് നിന്ന് പിരിച്ച കപ്പം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവ് പൂർണ്ണമായി വഹിക്കുന്നതിന് അവരെ താമസവന്യെ ഏൽപ്പിക്കണം. അവർക്കാവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിന് ദഹനബലി അർപ്പിക്കുവാൻ കാളക്കിടാവ്, മുട്ടാട്, ചെമ്മരിയാട് എന്നിവയും ജെറുസലേമിലെ പുരോഹിതന്മാർക്കാവശ്യമായ ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും അനുദിനം മുടക്കം കൂടാതെ കൊടുക്കണം. അങ്ങനെ അവർ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദകരമായ ബലികൾ അർപ്പിക്കുകയും രാജാവിനും പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഈ കൽപ്പന ലംഘിക്കുന്നവൻ്റെ വീടിൻ്റെ തുലാം വലിച്ചെടുത്ത് അവനെ അതിൽ കോർക്കണം. അവൻ്റെ ഭവനം കുപ്പക്കൂന ആക്കുകയും വേണം എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഈ കൽപ്പന ലംഘിക്കുകയോ ജെറുസലേമിലെ ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന രാജാക്കന്മാരെയും ജനങ്ങളെയും തൻ്റെ നാമം അവിടെ സ്ഥാപിച്ച് ദൈവം നശിപ്പിക്കട്ടെ. ഞാൻ ദാരിയുസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന ഇത് ശ്രദ്ധാപൂർവം നിറവേറ്റണം. ദാരിയുസ് രാജാവിൻ്റെ കൽപ്പന നദിക്കക്കരെയുള്ള ദേശത്തിൻ്റെ അധിപതികളായ തത്തേനായിയും ഷെത്താർബസനായിയും അനുചരന്മാരും സുഹൃത്തുക്കളും ശുഷ്കാന്തിയോടെ അനുവർത്തിച്ചു. പ്രവാചകന്മാരായ ഹഗായി, ഇദ്ദോയുടെ മകൻ സഖറിയ എന്നിവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് യൂദാശ്രേഷ്ഠന്മാർ പണി ത്വരിതപ്പെടുത്തി. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ്, ദാരിയൂസ്, അർത്താക്സർക്സസ് എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി. ദാരിയൂസ് രാജാവിൻ്റെ 6-ാം ഭരണവർഷം ആദാർ മാസം 3-ാം ദിവസം ആലയം പൂർത്തിയായി. പുരോഹിതന്മാരും ലേവ്യരും മടങ്ങിയെത്തിയ മറ്റ് പ്രവാസികളും ഉൾപ്പെട്ട ഇസ്രായേൽ ജനം അത്യാഹ്ലാദപൂർവ്വം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു. ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ 100 കാളകളെയും 200 മുട്ടാടുകളെയും 400 ചെമ്മരിയാടുകളെയും ബലിയർപ്പിച്ചു. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് 12 മുട്ടാടുകളെ പാപപരിഹാര ബലിയായും അർപ്പിച്ചു. മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജെറുസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും ലേവ്യരെ തവണയനുസരിച്ചും നിയമിച്ചു. തിരിച്ചെത്തിയ പ്രവാസികൾ 1-ാം മാസം 14-ാം ദിവസം പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ശുദ്ധരായി തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്നു. പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ ഇസ്രായേല്യരും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തദ്ദേശവാസികളുടെ മ്ലേച്ഛതകളിൽ നിന്നൊഴിഞ്ഞ് അവരോട് ചേർന്നവരും അത് ഭക്ഷിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അവർ 7 ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചു. കർത്താവ് അവരെ ആഹ്ലാദഭരിതരാക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ
അസീറിയ രാജാവിൻ്റെ ഹൃദയം അനുകൂലമാക്കുകയും ചെയ്തു. എസ്ര അധ്യായം 7. പേർഷ്യ രാജാവായ അർത്താക്സർക്സസിന്റെ ഭരണകാലത്ത് സെറായയുടെ മകനായ എസ്ര ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടു. ഹിൽക്കിയായുടെ മകൻ അസ്രിയായുടെ മകനായിരുന്നു സെറായ. ഹിൽക്കിയ ഷെല്ലൂമിൻ്റെയും അവൻ സാദോക്കിൻ്റെയും സാദോക്ക് അഹിത്തൂബിൻ്റെയും മകനായിരുന്നു. അഹിത്തൂബ് അമരിയായുടെയും അവൻ അസറിയായുടെയും അസറിയ മെറായോത്തിൻ്റെയും മകനായിരുന്നു. മെറായോത്ത് സെറഹിയായുടെയും അവൻ ഉസിയുടെയും ഉസി ബുക്കിയുടെയും മകനായിരുന്നു. ബുക്കി അബിഷൂയുടെയും അവൻ ഫിനെഹാസിൻ്റെയും ഫിനെഹാസ് എലയാസറിൻ്റെയും അവൻ പ്രധാന പുരോഹിതനായ അഹ്റോൻ്റെയും മകനായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ളവനായിരുന്നു എസ്ര. ദൈവമായ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നതിനാൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് അനുവദിച്ചു. അർത്താക്സർക്സസ് രാജാവിൻ്റെ 7-ാം ഭരണവർഷം കുറെ ഇസ്രായേല്യരും ലേവ്യരും പുരോഹിതരും ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ ശുശ്രൂഷകരും എസ്രായോടൊപ്പം ജെറുസലമിലേക്ക് പോന്നു. അവൻ ജെറുസലമിൽ എത്തിയത് രാജാവിൻ്റെ 7-ാം ഭരണവർഷം 5-ാം മാസമാണ്. ദൈവാനുഗ്രഹത്താൽ അവൻ 1-ാം മാസം 1-ാം ദിവസം ബാബിലോണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് 5-ാം മാസം 1-ാം ദിവസം ജെറുസലമിലെത്തി. കർത്താവിൻ്റെ നിയമം പഠിക്കാനും അനുഷ്ഠിക്കാനും അവിടുത്തെ അനുശാസനങ്ങളും പ്രമാണങ്ങളും ഇസ്രായേലിൽ പഠിപ്പിക്കാനും അവൻ ഉത്സുകനായിരുന്നു. ഇസ്രായേലിനു വേണ്ടി കർത്താവ് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പഠിച്ച പണ്ഡിതനും പുരോഹിതനുമായ എസ്രായ്ക്ക് അർത്താക്സർക്സസ് രാജാവ് നൽകിയ കത്തിൻ്റെ പകർപ്പ്. രാജാധിരാജനായ അർത്താക്സർക്സസ് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള പുരോഹിതൻ എസ്രായ്ക്ക് എഴുതുന്നത്: എൻ്റെ രാജ്യത്തുള്ള ഏത് ഇസ്രായേലിനും പുരോഹിതനും ലേവ്യനും ജെറുസലമിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നോടുകൂടെ പോന്നുകൊള്ളട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നിയമങ്ങളനുസരിച്ച് യൂദായിലെയും ജെറുസലമിലെയും വിവരങ്ങൾ ആരായാൻ രാജാവും തൻ്റെ 7 ഉപദേശകരും നിങ്ങളെ അയക്കുന്നു. ജെറുസലേമിൽ വസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിന് രാജാവും ഉപദേശകരും സ്വാഭീഷ്ട കാഴ്ചയായി അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും നിങ്ങൾ കൊണ്ടുപോകണം. ബാബിലോൺ ദേശത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിച്ച സ്വർണവും വെള്ളിയും ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി ജനവും പുരോഹിതന്മാരും അർപ്പിക്കുന്ന സ്വാഭീഷ്ട കാഴ്ചകളും നിങ്ങൾ കൊണ്ടുപോകണം. ഈ പണം കൊണ്ട് കാള, മുട്ടാട്, ചെമ്മരിയാട് എന്നിവയെ ധാന്യബലിക്കും പാനീയബലിക്കും ആവശ്യമായ വസ്തുക്കളോടുകൂടി വാങ്ങി ജെറുസലമിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ബലിപീഠത്തിൽ അർപ്പിക്കണം. ശേഷിച്ച സ്വർണവും വെള്ളിയും കൊണ്ട് നീയും സഹോദരന്മാരും നിങ്ങളുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തുകൊള്ളുക. നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി നൽകിയിട്ടുള്ള പാത്രങ്ങൾ ജെറുസലേമിൻ്റെ ദൈവത്തിന് സമർപ്പിക്കണം. കൂടാതെ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് രാജഭണ്ഡാരത്തിൽ നിന്ന് എടുത്തുകൊള്ളൂ. നദിക്കക്കരെയുള്ള ദേശത്തെ ഭണ്ഡാര വിചാരകനോട് ഞാൻ അർത്താക്സർക്സസ് രാജാവ് കൽപ്പിക്കുന്നു: പുരോഹിതനും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയമത്തിൽ പണ്ഡിതനുമായ എസ്ര നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്തും വെള്ളി 100 താലന്ത് വരെയും ഗോതമ്പ് 100 കോർ വരെയും വീഞ്ഞുവെണ്ണയും 100 ബത്ത് വരെയും ഉപ്പ് ആവശ്യം പോലെയും ശുഷ്കാന്തിയോടെ കൊടുക്കണം. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ക്രോധം രാജാവിൻ്റെയും പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ പതിക്കാതിരിക്കാൻ അവിടുന്ന് കൽപ്പിക്കുന്നതെന്തും അവിടുത്തെ ആലയത്തിന് വേണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പുരോഹിതന്മാർ, ലേവ്യർ, ഗായകർ, വാതിൽ കാവൽക്കാർ, ദേവാലയ ശുശ്രൂഷകർ, ഇതര സേവകർ എന്നിവരുടെ മേൽ കപ്പം, നികുതി, ചുങ്കം ഇവ ചുമത്തുന്നത് ഞാൻ വിലക്കുന്നു. എസ്ര, നിന്റെ ദൈവത്തിൽ നിന്ന്
നിനക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമനുസരിച്ച് നദിക്കക്കരെയുള്ള ദേശത്തെ ജനത്തിന് ന്യായപാലനം നടത്താൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ നിയമം അറിവുള്ളവരിൽ നിന്ന് ന്യായാധിപന്മാരെ നിയമിക്കുകയും നിയമപരിജ്ഞാനമില്ലാത്തവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവത്തിൻ്റെയോ രാജാവിൻ്റെയോ നിയമം ലംഘിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുക. അവരെ വധിക്കുകയോ നാടുകടത്തുകയോ തടവിലിടുകയോ അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയോ ആകാം. ജെറൂസലമിൽ കർത്താവിൻ്റെ ആലയം മനോഹരമായി പണിതുയർത്തുന്നതിന് രാജാവിനെ പ്രചോദിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രാജാവിൻ്റെയും ഉപദേഷ്ടാക്കളുടെയും സേവക പ്രമുഖരുടെയും മുമ്പിൽ അവിടുന്ന് തൻ്റെ അനശ്വര സ്നേഹം എൻ്റെ മേൽ ചൊരിഞ്ഞു. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നതിനാൽ പ്രമുഖന്മാരായ ഇസ്രായേല്യരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ഞാൻ ധൈര്യപ്പെട്ടു. എസ്ര അധ്യായം 8. അർത്താക്സർക്സസ് രാജാവിൻ്റെ ഭരണകാലത്ത് എന്നോടൊപ്പം ബാബിലോണിൽ നിന്ന് പോന്ന കുടുംബത്തലവന്മാർ വംശാവലി ക്രമത്തിൽ: ഫിനെഹാസ് കുടുംബത്തിൽപ്പെട്ട ഗർഷോം, ഇത്താമർ വംശജനായ ദാനിയേൽ, ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഷെക്കാനിയായുടെ പുത്രൻ ഹത്തൂഷ്, പൊറോഷ് കുടുംബത്തിൽപ്പെട്ട സക്കറിയായും 150 പേരും, പഹാത്ത് മൊവാബ് വംശജനായ സെറാഹിയായുടെ മകൻ എലിയേഹോവേനായിയും 200 പേരും, സാത്തുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹസിയേലിൻ്റെ മകൻ ഷെക്കാനിയായും 300 പേരും, അദീൻ വംശജനായ ജോനാഥാൻ്റെ മകൻ ഏബദും 50 പേരും, ഏലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട അത്താലിയായുടെ മകൻ യേഷായായും 70 പേരും, ഷഫാത്യ വംശജനായ മിഖായേലിൻ്റെ മകൻ സബാദിയായും 80 പേരും, യോവാബിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിൻ്റെ മകൻ ഒബാദിയായും 218 പേരും, ബാനി വംശജനായ യോസിഫിയായുടെ മകൻ ഷെലോമിത്തും 160 പേരും, ബേബായിയുടെ കുടുംബത്തിൽപ്പെട്ട ബേബായിയുടെ മകൻ സക്കറിയായും 28 പേരും, അസ്ഗാദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഹക്കാത്താനിൻ്റെ മകൻ യോഹനാനും 110 പേരും, അദോനിക്കാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട എലിഫലേത്ത്, യൗവേൽ, ഷമായ എന്നിവരും 60 പേരും. ഇവർ പിന്നീടാണ് വന്നത്. ബിഗ്വായ് വംശജനായ ഉത്തായിയും സക്കൂറും 70 പേരും. അഹാവിയയിലേക്ക് ഒഴുകുന്ന നദിയുടെ തീരത്ത് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി. അവിടെ ഞങ്ങൾ 3 ദിവസം താവളമടിച്ചു. പുരോഹിതന്മാരെയും ജനത്തെയും പരിശോധിച്ചപ്പോൾ ലേവിയുടെ പുത്രന്മാരാരുമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എലിയേസർ, അരിയേൽ, ഷമായ, എൽനാഥാൻ, യാരിബ്, എൽനാഥാൻ, നാഥാൻ, സക്കറിയ, മെഷൂല്ലാം എന്നീ പ്രമുഖന്മാർക്കും യോയാറിബ്, എൽനാഥൻ എന്നീ പ്രതിഭാശാലികൾക്കും ആളയച്ചു. ഞാൻ അവരെ കാസിഫിയയിലെ പ്രമുഖനായ ഇദ്ദോയുടെ അടുക്കലേക്ക് അയച്ചു. ഞങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷകരെ അയച്ചു തരണമെന്ന് കാസിഫിയയിലെ ദേവാലയ ശുശ്രൂഷകരായ ഇദ്ദോയോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത്. ദൈവകൃപയാൽ ഇസ്രായേലിൻ്റെ പുത്രനായ ലേവിയുടെ മകൻ മഹലിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ഷെർബിയായെയും അവൻ്റെ പുത്രന്മാരും ബന്ധുജനങ്ങളുമായി 18 പേരെയും അവർ കൊണ്ടുവന്നു. അസാബിയായെയും അവനോടൊപ്പം മെറാറി കുടുംബത്തിൽപ്പെട്ട യഷായായെയും അവൻ്റെ പുത്രന്മാരും ബന്ധുക്കളുമായി 20 പേരെയും അവർ കൊണ്ടുവന്നു. ദാവീദും സേവകന്മാരും ലേവ്യരുടെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്ന 220 ദേവാലയ ശുശ്രൂഷകർക്ക് പുറമെയാണ് ഇവർ. ഇവരുടെ പേര് പട്ടികയിലുണ്ട്. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടിയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന്
ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിപതിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. പ്രമുഖരായ 12 പുരോഹിതന്മാരെ ഞാൻ തിരഞ്ഞെടുത്തു. ഷെറബിയായും ഹഷാബിയായും അവരുടെ ബന്ധുക്കളായ 10 പേരും, രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നിഹിതരായ ഇസ്രായേൽ മുഴുവനും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി കാഴ്ചയായി അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കിയേൽപ്പിച്ചു. 650 താലന്ത് വെള്ളി, 100 താലന്ത് വരുന്ന 50 വെള്ളിപ്പാത്രങ്ങൾ, 100 താലന്ത് സ്വർണം, 1000 ദാരിക്ക് വരുന്ന 20 സ്വർണപാത്രങ്ങൾ, സ്വർണം പോലെ അമൂല്യവും തിളങ്ങുന്നതുമായ 2 ഓട്ടുപാത്രങ്ങൾ, ഇവയാണ് ഞാൻ തൂക്കിയേൽപ്പിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ്, ഈ പാത്രങ്ങളും വിശുദ്ധമാണ്. ഈ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനുള്ള സ്വാഭീഷ്ട കാഴ്ചകളാണ്. കർത്താവിൻ്റെ ആലയത്തിലെത്തി അവിടുത്തെ അറകൾക്കുള്ളിൽ വച്ച് പ്രധാന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ജെറുസലമിലുള്ള ഇസ്രായേൽ കുടുംബത്തലവന്മാരുടെയും മുമ്പാകെ തൂക്കിയേൽപ്പിക്കുന്നതുവരെ അവ സൂക്ഷിക്കുക. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ജെറുസലമിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കം ബോധ്യപ്പെട്ട് ഏറ്റുവാങ്ങി. 1-ാം മാസം 12-ാം ദിവസം ഞങ്ങൾ അഹാവ നദീതീരത്ത് നിന്ന് ജെറുസലമിലേക്ക് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ കരം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ഞങ്ങൾ ജെറുസലമിലെത്തി 3 ദിവസം വിശ്രമിച്ചു. 4-ാം ദിവസം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് ഊറിയായുടെ മകനും പുരോഹിതനുമായ മറമോത്തിനെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കിയേൽപ്പിച്ചു. ഫിനെഹാസിന്റെ മകൻ എലയാസറും ലേവ്യരും യെശുവയുടെ മകൻ യോസബാദും ബിന്നൂയിയുടെ മകൻ നവാദിയായും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവയുടെ എണ്ണവും തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചുവെച്ചു. മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി 12 കാള, 96 മുട്ടാട്, 77 ചെമ്മരിയാട് എന്നിവയെ ദഹനബലിയായും 12 മുട്ടാടിനെ പാപപരിഹാര ബലിയായും ഇസ്രായേലിൻ്റെ ദൈവത്തിന് അർപ്പിച്ചു. ഇതെല്ലാം കർത്താവിനുള്ള ദഹനബലിയാണ്. അവർ രാജകൽപ്പന പ്രഭുക്കന്മാരെയും നദിക്കക്കരെയുള്ള ഇടപ്രഭുക്കന്മാരെയും ദേശാധിപതികളെയും ഏൽപ്പിച്ചു. അവർ ജനത്തിനും ദേവാലയത്തിനും സഹായം നൽകി. എസ്ര അധ്യായം 9. ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും കാനാന്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ, അമ്മോന്യർ, മോവാബ്യർ, ഈജിപ്തുകാർ, അമോര്യർ എന്നിവരിൽ നിന്ന് അകന്നു വർത്തിക്കാതെ അവരുടെ മ്ലേച്ഛതകളിൽ മുഴുകിയിരിക്കുന്നു. ഇസ്രായേല്യർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു. അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശവാസികളുമായി കലർന്ന് അശുദ്ധമായി. ഈ അവിശ്വസ്തതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കളുമാണ്. ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി, മുടിയും താടിയും വലിച്ചു പറിച്ചു, സ്തബ്ധനായി ഇരുന്നു. സായാഹ്ന ബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെ ഇരുന്നു. മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവം അരുളി ചെയ്ത വാക്കുകേട്ട് പരിഭ്രാന്തരായ എല്ലാവരും എൻ്റെ ചുറ്റും കൂടി. സായാഹ്ന ബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ്
എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു. എൻ്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്കുമീതെ ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. ഞങ്ങളിൽ ഒരു വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണനേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി. ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. പേർഷ്യ രാജാക്കന്മാരുടെ മുമ്പിൽ അവിടുന്ന് തൻ്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം കേടുപാടുകൾ പോക്കി പണി തീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂദായിലും ജെറുസലമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ എന്തു പറയേണ്ടു? ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുളി ചെയ്തു, നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മ്ലേച്ഛതകൾ കൊണ്ട് മലിനമാണ്. അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മ്ലേച്ഛതകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരാകരുത്. അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയുമരുത്. നിങ്ങൾ ശക്തിയാർജിച്ച് ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുന്നതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കാക്ഷിക്കരുത്. ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ്. ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അവിടുന്ന് നീതിമാനാണ്. ഇതാ ഞങ്ങളിൽ ഒരു അവശിഷ്ട ഭാഗം രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപവും പേറി നിൽക്കുന്നു. അങ്ങനെ അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ ആരും അർഹരല്ല. എസ്ര അധ്യായം 10. എസ്ര ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി. അവർ കഠിനവ്യഥയോടെ വിലപിച്ചു. ഏലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിൻ്റെ മകൻ ഷക്കാനിയ എസ്രായോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തു. എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും. എഴുന്നേൽക്കൂ, ഇത് ചെയ്യേണ്ടത് അങ്ങാണ്. ഞങ്ങളും അങ്ങയോടൊത്തുണ്ട്. ധൈര്യപൂർവ്വം ചെയ്യുക. അപ്പോൾ എസ്ര എഴുന്നേറ്റ് അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു. അവർ ശപഥം ചെയ്തു. അനന്തരം എസ്ര ദേവാലയത്തിന് മുൻപിൽ നിന്ന് പിൻവാങ്ങി എലിയാഷിമിൻ്റെ മകൻ യഹോഹനാന്റെ മുറിയിൽ ചെന്നു. ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു. യൂദായിലും ജെറുസലമിലും അവൻ വിളംബരം ചെയ്തു, മടങ്ങിയെത്തിയ പ്രവാസികൾ എല്ലാവരും ജെറുസലമിൽ ഒരുമിച്ച് കൂടട്ടെ. 3 ദിവസത്തിനകം വരാതിരിക്കുന്നവൻ്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും
ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞ അനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ യൂദാ ബെഞ്ചമിൻ ഗോത്രജർ ജെറൂസലമിൽ സമ്മേളിച്ചു. 9-ാം മാസം 20-ാം ദിവസമായിരുന്നു അത്. ദേവാലയത്തിൽ സമ്മേളിച്ച അവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്ര അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യസ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിൻ്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപമേറ്റു പറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ദേശവാസികളിൽ നിന്നും അന്യസ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു, അങ്ങനെ തന്നെ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. ജനം വളരെയുണ്ട്, ഇത് പേമാരിയുടെ കാലവുമാണ്, ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല. ഇത് 1-2 ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല, ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിൻ്റെ പ്രതിനിധികളാവട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ. അസഹേലിൻ്റെ മകൻ യോനാഥനും തിക്വായുടെ മകൻ യഹസിയായും മാത്രം ഇതിനെ എതിർത്തു. മെഷുല്ലാമും ലേവ്യനായ ഷബത്തായിയും അവരെ പിന്താങ്ങി. തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു. പുരോഹിതൻ എസ്ര കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേര് രേഖപ്പെടുത്തി. 10-ാം മാസം 1-ാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു. 1-ാം മാസം 1-ാം ദിവസം ആയപ്പോൾ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി. പുരോഹിതപുത്രന്മാരിൽ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിൻ്റെ മകൻ യെഷുവയുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മാസേയ, എലിയേസർ, യാറിബ്, ഗദാലിയ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മറിൻ്റെ പുത്രന്മാരിൽ ഹനാനി, സെബാദിയ. ഹാരിമിൻ്റെ പുത്രന്മാരിൽ മാസേയ, ഏലിയ, ഷമായ, യഹിയേൽ, ഉസിയോങ്. പഷ്ഹൂറിൻ്റെ പുത്രന്മാരിൽ ഇലിയോവേനായ്, മാസേയ, ഇസ്മായേൽ, നെഥന്നേൽ, യോസബാദ്, എലാസ. ലേവ്യരിൽ യോസാബാദ്, ഷിമേയി, കെലായ, അതായത് കെലിത്ത, പെത്താഹ്യ, യൂദ, എലിയേസർ. ഗായകരിൽ എലിയാഷിബ്. വാതിൽക്കാവൽക്കാരിൽ ഷല്ലൂം, തെല്ലം, ഊറി. ജനത്തിൽ പാറോഷിൻ്റെ പുത്രന്മാരിൽ റാമിയ, ഇസിയ, മൽക്കിയ, മിയാമിൻ, എലയാസർ, ഹഷാബിയ, ബനായ. ഏലാമിൻ്റെ പുത്രന്മാരിൽ മത്താനിയ, സക്കറിയ, യഹിയേൽ, അബ്ദി, യെറമോത്ത്, ഏലിയ. സത്തുവിൻ്റെ പുത്രന്മാരിൽ എലിയോവേനായ്, ഇലിയാഷിബ്, മത്താനിയ, യെറമോത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹനാനിയ, സബായി, അത്ലായി. ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം, മല്ലൂക്ക്, അദായ, യാഷൂബ്, ഷയാൽ, എറമോത്ത്. പഹത് മോവാബിൻ്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബനായ, മാസയ, മത്താനിയ, ബസാലേൽ, ബിന്നൂയി, മനാസെ. ഹാരിമിൻ്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയ, മൽക്കിയ, ഷമായ, ഷിമയോൻ, ബെഞ്ചമിൻ, മല്ലൂക്ക്, ഷമാറിയ. ഹാഷൂമിൻ്റെ പുത്രന്മാരിൽ മത്തനായ്, മത്താത്ത,
സാബാദ്, എലിഫലദ്, യറമായി, മനാസെ, ഷിമേയ്. ബാനിയുടെ പുത്രന്മാരിൽ മാദായ്, അമ്രാം, യുവേൽ. ബനായ, ബദേയ, എലൂഹി, വാനിയ, മെറമോത്ത്, എലിയാഷിബ്, മഥാനിയ, മത്തേനായി, യാസു. ബിന്നൂയിയുടെ പുത്രന്മാരിൽ ഷിമയി, ഷെലമിയ, നാഥാൻ, അദായ, മഗ്നദേബായ്, ഷാഷായ്, ഷാറായ്, അസറേൽ, ഷെലമിയ, ഷമറിയ, ഷല്ലൂം, അമരിയ, ജോസഫ്. നെബോയുടെ പുത്രന്മാരിൽ ജയിയേൽ, മത്തിത്തിയ, സാവാദ്, സബീന, യദ്ദായി, ജോയേൽ, ബനായ എന്നിവർ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു. അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു. Chapter 6. Thereupon King Darius issued an order to search the archives in which the Babylonian records were stored away, and in Ecbatana, the stronghold of the province of Media, a scroll was found containing the following text. Memorandum: in the first year of King Cyrus issued a decree. The house of God in Jerusalem. The house is to be rebuilt as a place for offering sacrifices and bringing burnt offerings. Its height is to be 60 cubits, and its width 60 cubits. It shall have 3 courses of cut stone for each one of timber. The costs are to be borne by the royal palace. Also the gold and silver utensils of the house of God, which Nebuchadnezzar took from the temple of Jerusalem and brought to Babylon, are to be sent back, to be returned to their place in the temple of Jerusalem and deposited in the house of God. Now therefore Tattenai, governor of west of Euphrates, and Shethar-bozenai, and you, their fellow officials in west of Euphrates, do not interfere in that place. Let the governor and the elders of the Jews continue the work on that house of God. They are to rebuild it on its former site. I also issue this decree concerning your dealing with these elders of the Jews in the rebuilding of that house of God. From the royal revenue, the taxes of west of Euphrates, let these men be repaid for their expenses in full and without delay. Whatever else is required, young bulls, rams, and lambs for holocaust to the God of heaven, wheat, salt, wine, and oil, according to the requirements of the priests who are in Jerusalem, is to be delivered to them day by day without fail, that they may continue to offer sacrifices of pleasing odor to the God of heaven, and pray for the life of the king and his sons. I also issue this decree: if any man violates this edict, a beam is to be taken from his house, and he is to be lifted up and impaled on it, and his house is to be reduced to rubble for this offense. And may the God who causes his name to dwell there overthrow every king or people who may undertake to alter this or to destroy this house of God in Jerusalem. I, Darius, have issued this decree. Let it be carefully executed. Then Tattenai, the governor of west of Euphrates, and Shethar-bozenai, and their fellow officials, carried out fully the instructions King Darius had sent them. The elders of the Jews continued to make progress in the building, supported by the message of the prophets Haggai and Zechariah, son of Iddo. They finished the building according to the command of the God of Israel, and the decrees of Cyrus and Darius, and of Artaxerxes, king of Persia. They completed this house on the 3rd day of the month Adar, in the 6th year of the reign of King Darius. The Israelites, priests, Levites, and the other returned exiles celebrated the dedication of this house of God with joy. For the dedication of this house of God they offered 100 bulls, 200 rams, and 400 lambs, together with 12 he-goats as a sin offering for all Israel, in keeping with the number of the tribes of Israel. Finally, they set up the priests in their classes and the Levites in their divisions for the service of God in Jerusalem, as is prescribed in the book of Moses. The exiles kept the Passover on the 14th day of the first month.
The Levites, every one of whom had purified himself for the occasion, sacrificed the Passover for the rest of the exiles, for their brethren the priests, and for themselves. The Israelites who had returned from the exile partook of it together with all those who had separated themselves from the uncleanness of the peoples of the land, to join them in seeking the Lord, the God of Israel. They joyfully kept the feast of unleavened bread for 7 days, for the Lord had filled them with joy by making the king of Assyria favorable to them, so that he gave them help in their work on the house of God, the God of Israel. Chapter 7. After these events, during the reign of Artaxerxes, king of Persia, Ezra son of Seraiah, son of Azariah, son of Hilkiah, son of Shallum, son of Zadok, son of Ahitub, son of Amariah, son of Azariah, son of Merioth, son of Zerahiah, son of Uzai, son of Bukai, son of Abishua, son of Phinehas, son of Eleazar, son of the high priest Aaron, this Ezra came up from Babylon. He was a scribe, well versed in the law of Moses, which was given by the Lord, the God of Israel. Because the hand of the Lord his God was upon him, the king granted him all that he requested. Some of the Israelites and some priests, Levites, singers, gatekeepers, and temple slaves also came up to Jerusalem in the 7th year of King Artaxerxes. Ezra came to Jerusalem in the 5th month of that 7th year of the king. On the 1st day of the 1st month he resolved on the journey up from Babylon, and on the 1st day of the 5th month he arrived at Jerusalem, for the favoring hand of his God was upon him. Ezra had set his heart on the study and practice of the law of the Lord, and on teaching statutes and ordinances in Israel. This is a copy of the rescript which King Artaxerxes gave to Ezra the priest-scribe, the scribe of the text of the Lord's commandments and statutes for Israel. Artaxerxes, king of kings, to Ezra the priest, scribe of the law of the God of heaven, then after greetings, I have issued this decree that anyone in my kingdom belonging to the people of Israel, its priests or Levites, who is minded to go up to Jerusalem with you may do so. You are the envoy from the king and his 7 counselors to supervise Judah and Jerusalem in respect of the law of your God which is in your possession, and to bring with you the silver and gold which the king and his counselors have freely contributed to the God of Israel, whose dwelling is in Jerusalem, as well as all the silver and gold which you may receive throughout the province of Babylon, together with the freewill offerings which the people and priests freely contribute for the house of their God in Jerusalem. You must take care, therefore, to use this money to buy bulls, rams, lambs, and the cereal offerings and libations proper to these, and offer them on the altar of the house of your God in Jerusalem. You and your brethren may do whatever seems best to you with the remainder of the silver and gold, conformably to the will of your God. The utensils consigned to you for the service of the house of your God you are to deposit before the God of Jerusalem. Whatever else you may be required to supply for the needs of the house of your God, you may draw from the royal treasury. I, Artaxerxes the king, issue this decree to all the treasurers of west of Euphrates: whatever Ezra the priest, scribe of the law of the God of heaven, requests of you, dispense to him accurately within these limits: silver, 100 talents, wheat, 100 cores, wine, 100 baths, oil, 100 baths, salt, without limit. Let everything that is ordered by the God of heaven be carried out exactly for the house of the God of heaven, that wrath may not come upon the realm of the king and his sons. We also inform you that it is not permitted to impose taxes, tributes, or tolls on any priest, Levite, singer, gatekeeper, temple slave, or any other servant of that house of God. As for you, Ezra, in accordance with the wisdom of your God, which is in your possession, appoint magistrates and judges to administer justice to all the people in west of Euphrates, to all that is who know the laws of your God. Instruct those who do not know these laws. Whoever does not obey the law of your God and the law of the king, let strict judgment be executed upon him, whether death or corporal punishment, or a fine on his goods or imprisonment.
Blessed be the Lord, the God of our fathers, who thus disposed the mind of the king to glorify the house of the Lord in Jerusalem, and who let me find favor with the king, with his counselors, and with all the most influential royal officials. I therefore took courage, and with the hand of the Lord my God upon me, I gathered together Israelite family heads to make the return journey with me. Chapter 8. This is the list of the family heads who returned with me from Babylon during the reign of King Artaxerxes. Of the sons of Phinehas, Gershon. Of the sons of Ithamar, Daniel. Of the sons of David, Hattush, son of Shechaniah. Of the sons of Parosh, Zechariah, and with him 150 males were enrolled. Of the sons of Pahath, Moab, Eliehoenai, son of Zerahiah, and with him 200 males. Of the sons of Zattu, Shechaniah, son of Jehaziel, and with him 300 males. Of the sons of Adin, Ebed, son of Jonathan, and with him 50 males. Of the sons of Elam, Jeshaiah, son of Athaliah, and with him 70 males. Of the sons of Shephatiah, Zebediah, son of Michael, and with him 80 males. Of the sons of Joab, Obadiah, son of Jehiel, and with him 218 males. Of the sons of Bani, Shelomith, son of Jesaphiah, and with him 160 males. Of the sons of Bebai, Zechariah, son of Bebai, and with him 28 males. Of the sons of Azgad, Johanan, son of Hakatan, and with him 110 males. Of the sons of Adonikam, younger sons, whose names were Eliphalet, Jael, and Shemaiah, and with them 60 males. Of the sons of Bigvai, Uthai, son of Zakur, and with him 70 males. I had them assemble by the river that flows toward Ahava, where we made camp for 3 days. There I perceived that both laymen and priests were present, but I could not discover a single Levite. Therefore I sent Eleazar, Ariel, Shemaiah, Jarib, Elnathan, Nathan, Zechariah, and Meshullam, wise leaders, with a command for Iddo, the leader in the place Cassiphiah, instructing them what to say to Iddo and his brethren, and to the temple slaves in Cassiphiah, in order to procure for us ministers for the house of our God. They sent to us, for the favoring hand of our God was upon us, a well-instructed man, one of the sons of Malai, son of Levi, son of Israel, namely Sherebiah, with his sons and brethren 18 men. They also sent us Hashabiah, and with him Jeshaiah, son of Merari, and their brethren and their sons 20 men. Of the temple slaves, those whom David and the princes appointed to serve the Levites, there were 220. All these men were enrolled by name. Then I proclaimed a fast there by the river of Ahava, that we might humble ourselves before our God to petition from him a safe journey for ourselves, our children, and all our possessions. For I would have been ashamed to ask the king for troops and horsemen to protect us against enemies along the way, since we had said to the king, The favoring hand of our God is upon all who seek him, but his mighty wrath is against all who forsake him. So we fasted and prayed to our God for this, and our petition was granted. Next I selected 12 of the priestly leaders along with Sherebiah, Hashabiah, and 10 of their brethren, and I weighed out before them the silver and the gold and the utensils offered for the house of our God by the king, his counselors, his officials, and all the Israelites of that region. I consigned it to them in these amounts: silver 650 talents, silver utensils 100, gold 100 talents, 20 golden bowls valued at 1,000 darics, 2 vases of excellent polished bronze, as precious as gold. I addressed them in these words: You are consecrated to the Lord, and the utensils are also consecrated. The silver and the gold are a freewill offering to the Lord, the God of your fathers. Keep good watch over them till you weigh them out in Jerusalem, in the presence of the chief priests and Levites and the family leaders of Israel, in the chambers of the house of the Lord. The priests and the Levites then took over the silver, the gold, and the utensils that had been weighed out, to bring them to Jerusalem to the house of our God.
we set out for Jerusalem from the river of Ahava on the 12th day of the first month. The hand of our God remained upon us, and he protected us from enemies and bandits along the way. Thus we arrived at Jerusalem, where we first rested for 3 days. On the 4th day, the silver, the gold, and the utensils were weighed out in the house of our God, and consigned to the priest Meremoth, son of Uriah, who was assisted by Eleazar, son of Phinehas. They were assisted by the Levites Jozabad, son of Jeshua, and Noadiah, son of Binnui. Everything was in order as to number and weight, and the total weight was registered. At that same time, those who had returned from the captivity, the exiles, offered as holocaust to the God of Israel 12 bulls for all Israel, 96 rams, 77 lambs, and 12 goats as sin offerings, all these as a holocaust to the Lord. Finally, the orders of the king were presented to the king's satraps and to the governors in west of Euphrates, who gave their support to the people and to the house of God. Chapter 9. When these matters had been concluded, the leaders approached me with this report. Neither the Israelite laymen nor the priests nor the Levites have kept themselves aloof from the peoples of the land and their abominations, Canaanites, Hittites, Perizzites, Jebusites, Ammonites, Moabites, Egyptians, and Amorites. For they have taken some of their daughters as wives for themselves and their sons, and thus they have desecrated the holy race with the peoples of the land. Furthermore, the leaders and rulers have taken a leading part in this apostasy. When I had heard this thing, I tore my cloak and my mantle, plucked hair from my head and beard, and sat there stupefied. Around me gathered all who were in dread of the sentence of the God of Israel on this apostasy of the exiles, while I remained motionless until the evening sacrifice. Then at the time of the evening sacrifice I rose in my wretchedness, and with cloak and mantle torn I fell on my knees, stretching out my hands to the Lord my God. I said, My God, I am too ashamed and confounded to raise my face to you, O my God, for our wicked deeds are heaped up above our heads, and our guilt reaches up to heaven. From the time of our fathers even to this day great has been our guilt, and for our wicked deeds we have been delivered over, we and our kings and our priests, to the will of the kings of foreign lands, to the sword, to captivity, to pillage, and to disgrace, as is the case today. And now, but a short time ago, mercy came to us from the Lord our God, who left us a remnant and gave us a stake in his holy place. Thus our God has brightened our eyes and given us relief in our servitude. For slaves we are, but in our servitude our God has not abandoned us. Rather he has turned the good will of the kings of Persia toward us. Thus he has given us new life to raise again the house of our God and restore its ruins, and has granted us a fence in Judah and Jerusalem. But now, O our God, what can we say after all this? For we have abandoned your commandments, which you gave through your servants the prophets. The land which you are entering to take as your possession is a land unclean, with the filth of the peoples of the land, with the abominations with which they have filled it from one end to the other in their uncleanness. Do not then give your daughters to their sons in marriage, and do not take their daughters for your sons. Never promote their peace and prosperity. Thus you will grow strong, enjoy the produce of the land, and leave it as an inheritance to your children forever. After all that has come upon us for our evil deeds and our great guilt, though you, our God, have made less of our sinfulness than it deserved, and have allowed us to survive as we do, shall we again violate your commandments by intermarrying with these abominable peoples? Would you not become so angered with us as to destroy us without remnant or survivor? O Lord God of Israel, you are just. Yet we have been spared, the remnant we are today. Here we are before you in our sins. Because of all this we can no longer stand in your presence. Chapter 10. While Ezra prayed and acknowledged their guilt, weeping and prostrate before the house of God, a very large assembly of Israelites gathered about him, men, women, and children, and the people wept profusely.
Then Shechaniah the son of Jehiel, one of the sons of Elam, made this appeal to Ezra: "We have indeed betrayed our God by taking as wives foreign women of the peoples of the land. Yet even now there remains a hope for Israel. Let us therefore enter into a covenant before our God to dismiss all our foreign wives and the children born of them, in keeping with what you, my Lord, advise, and those who fear the commandments of our God. Let the law be observed. Rise then, for this is your duty. We will stand by you, so have courage and take action." Ezra rose to his feet and demanded an oath from the chiefs of the priests, from the Levites, and from all Israel, that they would do as had been proposed, and they swore it. Then Ezra retired from his place before the house of God, and entered the chamber of Johanan son of Eliashib, where he spent the night, neither eating food nor drinking water, for he was in mourning over the betrayal by the exiles. A proclamation was made throughout Judah and Jerusalem that all the exiles should gather together in Jerusalem, and that whoever failed to appear within 3 days would, according to the judgment of the leaders and elders, suffer the confiscation of all his possessions, and himself be excluded from the assembly of the exiles. All the men of Judah and Benjamin gathered together in Jerusalem within the 3-day period. It was in the 9th month, on the 20th day of the month. All the people standing in the open place before the house of God were trembling both over the matter at hand and because it was raining. Then Ezra the priest stood up and said to them, "Your unfaithfulness in taking foreign women as wives has added to Israel's guilt. But now give praise to the Lord, the God of your fathers, and do his will. Separate yourselves from the peoples of the land and from these foreign women." In answer, the whole assembly cried out with a loud voice, "Yes, it is our duty to do as you say. But the people are numerous, and it is the rainy season, so that we cannot remain out of doors. Besides, this is not a task that can be performed in a single day or even 2. For those of us who have sinned in this regard are many. Let our leaders represent the whole assembly. Then let all those in our cities who have taken foreign women for wives appear at appointed times, accompanied by the elders and magistrates of each city in question, till we have turned away from us our God's burning anger over this affair." Only Jonathan son of Asahel and Jazaiah son of Tikvah were against this proposal, with Meshullam and Sabbethai the Levite supporting them. The exiles did as agreed. Ezra appointed as his assistants men who were family heads, 1 for each family, all of them designated by name. They held sessions to examine the matter, beginning with the 1st day of the 10th month. By the 1st day of the 1st month they had passed judgment on all the men who had taken foreign women for wives. Among the priests the following were found to have taken foreign women for wives: of the sons of Jeshua, son of Jozadak, and his brethren, Maaseiah, Eleazar, Jarib, and Gedaliah. They pledged themselves to dismiss their wives, and as a guilt offering for their guilt they gave a ram from the flock. Of the sons of Immer, Hanani and Zebediah; of the sons of Harim, Maaseiah, Elijah, Shemaiah, Jehiel, and Uzziah; of the sons of Pashur, Elionai, Maaseiah, Ishmael, Nethanel, Jozabad, and Elasa; of the Levites, Jozabad, Shemai, Keliah, also called Kelita, Pethahiah, Judah, and Eleazar; of the singers, Eliashib and Zakur; of the gatekeepers, Shallum, Telem, and Uri; among the other Israelites, of the sons of Parosh, Ramiah, Isaiah, Malchijah, Mijamin, Eleazar, Malchijah, and Benaiah; of the sons of Elam, Mattaniah, Zechariah, Jehiel, Abdai, Jeremoth, and Elijah; of the sons of Zatu, Elioenai, Eliashib, Mattaniah, Jeremoth, Zabad, and Aziza; of the sons of Bebai, Johanan, Hananiah, Zabai, and Athlai; of the sons of Bani, Meshullam, Maluch, Adaiah, Jashub, Sheal, and Jeremoth; of the sons of Pehath Moab, Adna, Kilal, Benaiah, Maaseiah, Mattaniah, Bazalel, Binuai, and Manasseh; of the sons of Harim, Eleazar, Ishijah, Malchijah, Shemaiah, Shimeon,
Benjamin, Maluk, Shemariah. Of the sons of Hashum, Mattenai, Matata, Zabad, Eliphalet, Jeremiah, Manasseh, Shimei. Of the sons of Begul, Meadai, Amram, Uel, Benaiah, Bedaiah, Kiluhai, Benaiah, Meremoth, Eliashib, Mattaniah, Mattanai, and Jeasu. Of the sons of Binuai, Shimei, Shelemiah, Nathan, and Adaiah. Of the sons of Zakkai, Shashai, Sharai, Azarel, Shelemiah, Shemariah, Shallum, Amariah, Joseph. Of the sons of Nebo, Jael, Mattathiah, Zabad, Zebina, Jedai, Joel, Benaiah. All these had taken foreign wives, but they sent them away, both the women and their children.